റിവേഴ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ നദികളെ പറ്റി. അതിൽ നമ്മളിപ്പോൾ സ്റ്റഡി ഓഫ് റിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പോട്ടമോളജി എന്നാണ് പറയുക. അതായത് റിവേഴ്സ് നദികളെ പറ്റിയുള്ള പഠനത്തിനെ നമ്മൾ പോട്ടമോളജി എന്ന് പറയും. മൊത്തം നമുക്ക് 44 നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. ഇതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. 44 നദികളുണ്ട്. അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു. ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളുടെ പേരാണ് കബനി, ഭവാനി, പാമ്പാർ. ഇതൊക്കെയാണ് കബനി, ഭവാനി, പാമ്പാർ. ഇവ 3ഉം കാവേരി നദിയുടെ പോഷക നദികളാണ്. കാവേരി നദിയുടെ പോഷക നദികളെന്ന് അറിയപ്പെടുന്നത് കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, ഇതിൽ നമുക്ക് ഫസ്റ്റ് വൺ പെരിയാറിനെ പറ്റി പഠിക്കാം. ഈ പെരിയാർ എന്ന് പറയുന്നതാണ് ഏറ്റവും നീളം കൂടിയ നദി, അല്ലെങ്കിൽ ഏറ്റവും വലിയ നദി. നദികളിൽ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് അറിയപ്പെടുന്നത് പെരിയാറാണ്. ദൈർഘ്യം എത്രയാണ്? 244 കിലോമീറ്ററാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. നീളം 244 കിലോമീറ്ററാണ്. ഇത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ശിവഗിരി മലനിരകളിൽ നിന്നാണ്. ശിവഗിരി മലനിരകളിൽ എവിടെയാണ്? ഇടുക്കിയിലെ ശിവഗിരി മലനിരകളിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എത്തിച്ചേരുന്നത് എങ്ങോട്ടേക്കാണ്? അറബിക്കടലിലേക്കാണ്. ഇനി ഈ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയുണ്ട്, എറണാകുളമുണ്ട്. ഇടുക്കിയും എറണാകുളവുമാണ് പെരിയാർ ഒഴുകുന്ന ജില്ലകൾ. ഇനി ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ അല്ലെങ്കിൽ മറ്റ് റെഗുലാരിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളതും എവിടെയാണ്? പെരിയാറിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് പെരിയാറിലാണ്. ഏറ്റവും നീളം കൂടിയ നദി അല്ലെങ്കിൽ ഏറ്റവും വലിയ നദി എന്നാണ് നമ്മൾ പെരിയാറിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും എന്താണ്? പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാറിനെയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓൾഡ് നെയിം, അതായത് പ്രാചീന കാലത്ത് പെരിയാറിനെ വിളിച്ചിരുന്ന നാമം ചൂർണി എന്നാണ്. എന്താണ് പ്രാചീന നാമം? ചൂർണി. പിന്നെ ഇത് മറ്റെന്തൊക്കെ പേരിൽ പെരിയാർ അറിയപ്പെടും? ആലുവാപ്പുഴ എന്നറിയപ്പെടും. കേട്ടില്ലേ? ആലുവാപ്പുഴയുടെ തീരത്ത് ആലുവാപ്പുഴ, കാലടിപ്പുഴ. പിന്നെ കാലടിപ്പുഴ എന്ന് നമ്മൾ പറയുമ്പം ശങ്കരാചാര്യർ ജനിച്ചത് എവിടെയാണ്? കാലടിയിലാണ്. ഈ ശങ്കരാചാര്യരാണ് പെരിയാറിനെ പൂർണ്ണ എന്ന പേരിൽ നാമധേയം ചെയ്തത്. ഓക്കെ, പൂർണ്ണ എന്ന പേര് പെരിയാറിന് നൽകിയത് ആരാണ്? ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ ജനിച്ച എവിടെയാണ്? കാലടിയാണ്. സോ പെരിയാറിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എന്ത്? കാലടിപ്പുഴ എന്നും പേരുണ്ട്. അതുപോലെ തന്നെ ആലുവാപ്പുഴ എന്നും പേരുണ്ട്. ഓക്കെ, പെരിയാറിൻ്റെ ഓൾഡ് നെയിം ചൂർണി എന്നാണ്. പെരിയാറിനെ പൂർണ്ണ എന്ന് പറഞ്ഞത് ആരാണ്? ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ ജനിച്ചത് എവിടെയാണ്? കാലടിയിലാണ്. അപ്പോൾ പെരിയാറിന് മറ്റൊരു പേരെന്താവും? കാലടിപ്പുഴ എന്നുണ്ട്. അതുപോലെ തന്നെ ആലുവാപ്പുഴ എന്നും ഉണ്ട്. ഇനി ഇതിൽ ഉള്ള ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേരിയമംഗലം, അതുപോലെ തന്നെ ലോവർ പെരിയാർ. ഇത്രയാണ് ഇതിലെ ജലവൈദ്യുത പദ്ധതികൾ. ഇതൊക്കെയാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേരിയമംഗലം, ലോവർ പെരിയാർ. ഓക്കെ, ഒന്നുകൂടെ പറയണോ? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേരിയമംഗലം, ലോവർ പെരിയാർ. ഇത്രയുമാണ് ജലവൈദ്യുത പദ്ധതികൾ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാറാണ്. അവ ഏതൊക്കെയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? തേക്കടിയും തട്ടേക്കാടും. ഓക്കെ, പെരിയാറിൻ്റെ തീരത്തുള്ള ഇതിൽ നമ്മൾ പെരിയാറിൻ്റെ പോഷക നദികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുക. അതിലൊരു കോഡുണ്ട്. മുതിരയും മുല്ലയും പെരുത്തിഷ്ടമുള്ള കട്ടപ്പ പെരുഞ്ചനെയും കൂട്ടി ചെറുതോണിയിൽ ഇടമലയാറ്റിലേക്ക് പോയി. ഒന്നുകൂടെ പറയാം. മുതിരയും മുല്ലയും പെരുത്തിഷ്ടമുള്ള കട്ടപ്പ പെരുഞ്ചനെയും കൂട്ടി ചെറുതോണിയിൽ ഇടമലയാറ്റിലേക്ക് പോയി. മുതിര എന്നുള്ളിടത്ത് മുതിരപ്പുഴ, മുല്ല എന്നുള്ളിടത്ത് മുല്ലയാർ,
മുള്ള എന്നുള്ളിടത്ത് പെരുന്തുറയാർ, കട്ടപ്പ എന്നുള്ളിടത്ത് കട്ടപ്പനയാർ, പെരുഞ്ചനെയും കൂട്ടി എന്നുള്ളിടത്ത് പെരുഞ്ചാൻകുട്ടിയാർ, ചെറുതോണിയാർ, ഇടമലയാർ. ഓക്കെ. ഇനി ഈ മുല്ലയാറും പെരിയാറും കൂടെ സംഗമിക്കുന്ന സ്ഥലം, മുല്ലയാറും പെരിയാറും കൂടെ ചേരുന്ന ഭാഗത്താണ് എന്തുള്ളത്? മുല്ലപ്പെരിയാർ ഉള്ളത്, മുല്ലപ്പെരിയാർ അണക്കെട്ടുള്ളത്. മുല്ലയാറും പെരിയാറും സംഗമിക്കുന്നിടത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ടുള്ളത്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ കുമളി ഗ്രാമപഞ്ചായത്തിലാണ് എന്ത്? മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ കുമളി ഗ്രാമപഞ്ചായത്തിലാണ് എന്ത്? മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പെരിയാറിൻ്റെ സവിശേഷതകൾ. ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഈവൻ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഒന്നും കൂടെ നാളത്തെ ക്ലാസ്സിൽ ആദ്യം ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അടുത്ത് പിന്നെ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ എന്ന് പറയുന്നത് രണ്ടാമത്തെ വലിയ നദിയാണ്. ഇതിൻ്റെ ദൈർഘ്യം എത്രയാണ്? 209 കിലോമീറ്ററാണ്. ഇത് ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. ചെന്നെത്തുന്നതോ അറബിക്കടലിൽ. ആനമല എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വന്ന് ചേരുന്ന നദിയാണ് എന്തെന്ന് പറയുന്നത്? ഭാരതപ്പുഴ. അതായത് ആനമല എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഈ ആനമല എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. വന്ന് ചേരുന്നത് അറബിക്കടലിൽ പൊന്നാനിയിലാണ് വന്ന് ഇത് ഭാരതപ്പുഴ വന്ന് ചേരുന്നത്. സോ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി കേരളത്തിലേക്ക് വരുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഓക്കെ. ഇനി പെരിയാറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളാണ്. ഓക്കെ. ജലസേചന പദ്ധതികൾ കൂടുതലുള്ളത് ഭാരതപ്പുഴയിലും ജലവൈദ്യുത പദ്ധതികൾ കൂടുതലുള്ളത് എവിടെയാണ്? പെരിയാറിലും ആണ്. പിന്നെ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും നമ്മൾ? ഭാരതപ്പുഴയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകി പോകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പിന്നെ ഇത് ഒഴുകി പോകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്, മലപ്പുറമുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം. ഓക്കെ. പെരിയാറ് പോകുന്നതോ ഇടുക്കിയും എറണാകുളവും. ഭാരതപ്പുഴ പോകുന്നതോ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം. ഇനി ഈ ഭാരതപ്പുഴയുടെ ഓൾഡ് നെയിം ഏതാണ്? പേരാർ എന്ന് പറയും. പേരാർ. ഭാരതപ്പുഴയുടെ ഓൾഡ് നെയിം എന്താണ്? പേരാർ. പിന്നെ പൊന്നാനിപ്പുഴ എന്ന് പറയും. പൊന്നാനിയിലേക്ക് വന്ന് ചേരുന്നു, അതോർത്താൽ മതി. പൊന്നാനിപ്പുഴ എന്ന് പറയും, കുറ്റിപ്പുഴ എന്ന് പറയും. പിന്നെ കുറ്റിപ്പുഴയല്ല, കുറ്റിപ്പുറം പുഴ എന്ന് പറയും. കേരളത്തിലെ ഗംഗ എന്ന് പറയും. നൈൽ എന്നറിയപ്പെടും. ഇത് കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടും, കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടും, നിള എന്നറിയപ്പെടും. പിന്നെ നമ്മുടെ എഴുത്തച്ഛൻ, മഹാനായ എഴുത്തച്ഛൻ നമ്മുടെ ഭാരതപ്പുഴയെ വർണ്ണിച്ചത് ശോകനാശിനി പുഴ എന്നാണ്. സോ എഴുത്തച്ഛൻ ഭാരതപ്പുഴയെ പറ്റി വർണ്ണിച്ചത് എങ്ങനെയാണ്? ശോകനാശിനി പുഴ എന്നാണ്. എന്തൊക്കെയാണ്? പൊന്നാനിപ്പുഴയുണ്ട്, കുറ്റിപ്പുറം പുഴയുണ്ട്, പിന്നെ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നു, കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നു, നിള എന്നറിയപ്പെടുന്നു. ഓക്കെ. എഴുത്തച്ഛൻ എന്താണ് വർണ്ണിച്ചത്? എങ്ങനെയാണ് വർണ്ണിച്ചത്? ശോകനാശിനി പുഴ എന്നാണ്. ഓക്കെ. പിന്നെ MT വാസുദേവൻ നായർ വലിയ കഥാകാരനാണല്ലേ. MT വാസുദേവൻ നായർ പറഞ്ഞ എന്താണ്? MT വാസുദേവൻ നായരെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നിളയുടെ കഥാകാരൻ എന്നാണ് അല്ലേ. നിളയുടെ കഥാകാരൻ. നിള പറയുന്നത് ആരാണ്? ഭാരതപ്പുഴ. സോ ഭാരതപ്പുഴയുടെ കഥാകാരൻ അല്ലെങ്കിൽ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? MT വാസുദേവൻ നായരാണ്. നിളയുടെ കവി ആരാണ്? P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ MD ആണെങ്കിൽ നിളയുടെ കവി ആരാണ്? P കുഞ്ഞിരാമൻ നായരാണ്. പിന്നെ കേരള കലാമണ്ഡലം എവിടെയാണ്? തൃശ്ശൂർ. ഇത് ഒഴുകിപ്പോകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തൃശ്ശൂറും പാലക്കാടും മലപ്പുറവുമാണ്. കേരള കലാമണ്ഡലം എവിടെയാണ്? തൃശ്ശൂരാണ്. സോ കേരള കലാമണ്ഡലം എവിടെയാണ്? ചെറുതുരുത്തിയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. ഇത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓർത്തുവയ്ക്കുക. കേരള കലാമണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ്. അത് ഏതിൻ്റെ തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. പിന്നെ
തിരുനാവായ കേട്ടില്ലേ, മാമാങ്കം, 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മാമാങ്കം എവിടെയാണ് നടക്കുന്നത്? ഭാരതപ്പുഴയുടെ തീരത്താണ് നടക്കുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ പോഷക നദികളെ പറ്റി നമ്മൾ പറയുവാണെങ്കിൽ അതിനൊരു കോഡുണ്ട്. കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു. കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു. കണ്ണാടി എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണാടിപ്പുഴ, തൂത്തുകൊണ്ടിരിക്കുന്നു ഉദ്ദേശിക്കുന്നത് തൂതപ്പുഴ, ഗായത്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഗായത്രിപ്പുഴ, കാൽ വഴുതി എന്ന് ഉദ്ദേശിക്കുന്നത് കൽപ്പാത്തിപ്പുഴ, പിന്നെ ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദികളെന്ന് അറിയാൻ വേണ്ടിയാണ് ഭാരതപ്പുഴയും കൂടെ ആ ഒരു കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. പിന്നെ അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും ഭാരതപ്പുഴയെ പറ്റി പറഞ്ഞത്. ഇനി നമ്മുടെ സൈലൻറ്റ് വാലി, ഈ തൂതപ്പുഴ എന്ന് പറഞ്ഞ നദി അല്ലെങ്കിൽ പുഴ ഉത്ഭവിക്കുന്നത് സൈലൻറ്റ് വാലിയിൽ നിന്നാണ്. സൈലൻറ്റ് വാലിയിൽ നിന്നാണ് തൂതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഇനി സൈലൻറ്റ് വാലിയിൽ കൂടെ ഒഴുകി നടക്കുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. രണ്ട് വ്യത്യാസമാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണെങ്കിൽ സൈലൻറ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഒറിജിൻ ചെയ്യുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. ഒഴുകുന്ന നദി കുന്തിപ്പുഴയും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. സൈലൻറ്റ് വാലിയെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. സൈലൻറ്റ് വാലി എന്ന് വെച്ചാൽ എന്താണ്? അവിടെ നമ്മുടെ സിംഹവാലൻ കുരങ്ങ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സൈലൻറ്റ് വാലിയിലാണ്. ജീവികൾ കുറവായതുകൊണ്ടാണ് സൈലൻറ്റ് വാലി എന്ന് അറിയപ്പെടുന്നത്. ഇതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലൻറ്റ് വാലിയിൽ മനുഷ്യർക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ മലിനീകരണം കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ മലിനീകരണം കുറവുള്ള നദി എന്നറിയപ്പെടുന്നത് ഈ കുന്തിപ്പുഴയാണ്. കാരണം അത് സൈലൻറ്റ് വാലിയിലൂടെയാണ് ഒഴുകുന്നത്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകിപ്പോയാൽ അറിയാമല്ലോ മലിനീകരണം കുറവായിരിക്കും. അപ്പോൾ പിന്നെ മലിനീകരണം കുറഞ്ഞ നദി എന്ന് പറയുന്നതും കുന്തിപ്പുഴയാണ്. ഓക്കെ. അപ്പോൾ 2 നദികളെ പറ്റി നമ്മൾ പഠിച്ചു. പെരിയാറിനെയും പറ്റി പഠിച്ചു, ഭാരതപ്പുഴയെയും പറ്റിയും പഠിച്ചു. ഓക്കെ. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം നോട്ട്സോട് കൂടിയാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടതെങ്കിൽ അത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിലായി എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇനി എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പഠിച്ച 2 ടോപ്പിക്കാണിത്, അതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഓക്കെ, അടുത്ത ദിവസം ബാക്കി ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തിടാം കേട്ടോ. താങ്ക് യു.